Welcome to Garam Masala, the magic spices of cooking. Homemade date syrup. സാധാരണ നമ്മൾ ഡേറ്റ് സിറപ്പ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. നമ്മുടെ കയ്യിലുള്ള ഈന്തപ്പഴം വെച്ച് നമുക്ക് പ്രിസർവേറ്റീവ്സും അഡിറ്റീവ്സും ഒന്നും ചേർക്കാത്ത ഹോംമെയ്ഡ് ഡേറ്റ് സിറപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഡേറ്റ് സിറപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഈന്തപ്പഴത്തിന്റെ കുരുവെല്ലാം കളഞ്ഞതാണിത്. ഇനി ഇതിനെ നമുക്ക് സോക്ക് ചെയ്തെടുക്കണം. നല്ല ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഈന്തപ്പഴം കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് അടച്ചു വെക്കണം. ചൂടെല്ലാം ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ. ഇതിനെ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. ഈ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയി വരണം. അതുവരെ നമുക്ക് ഇതിനെ വെക്കാം. 2 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ ഈന്തപ്പഴമാണിത്. ഇനി പെട്ടെന്ന് റെഡിയാകണമെങ്കിൽ ഇതിനു പകരമായി നമുക്ക് ഈ ഈന്തപ്പഴത്തിനെ ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി. തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഈന്തപ്പഴം നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വലിയ ഒരു പാൻ എടുക്കാം. ഇതിന്റെ മുകളിലായി നമുക്ക് ഒരു അരിപ്പ വെക്കാം. ഇനി ചീസ് ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത് കൊണ്ട് നമുക്ക് ഇതിനെ കവർ ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഈന്തപ്പഴത്തിന്റെ മിക്സ് ഒഴിക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായി അരിച്ചെടുക്കണം. ഇതിലെ വെള്ളം മാത്രം എടുക്കണം. ഈന്തപ്പഴത്തിന്റെ വെള്ളം മാത്രം മതി, സോളിഡ് പാർട്സ് ഒന്നും വേണ്ട. ബാക്കി വന്നിട്ടുള്ള സോളിഡ് ആണിത്. ഇതിനെ നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മുഴുവൻ ഈന്തപ്പഴത്തിന്റെയും ജ്യൂസ് എടുക്കാം നമുക്ക്. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴത്തിന്റെ ജ്യൂസ് ആണിത്. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിലോട്ട് മാറ്റാം. ഇതിനെ ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഈന്തപ്പഴത്തിന്റെ മിക്സ് തിളച്ചു വരുന്നുണ്ട്. മുകളിൽ പതയെല്ലാം വരുന്നുണ്ട്. ഇത് ആവശ്യാനുസരണം തിക്കാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതിലോട്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് മധുരത്തിന് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിയിൽ പിടിക്കാതെയും കരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക് പാൻ എടുക്കുകയാണെങ്കിൽ അധികവും അടിയിൽ പിടിക്കില്ല. നന്നായി തിളച്ചു വരുമ്പോൾ ഇത് പതഞ്ഞു വരും. വെള്ളത്തിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് പത കുറഞ്ഞു വരും. ഇതിന്റെ മുകളിൽ അടിഞ്ഞു വന്നിട്ടുള്ള ഈ പതയെല്ലാം നമുക്ക് മാറ്റാം. നല്ല സ്മൂത്തായ സിറപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടില്ല. വീണ്ടും നമുക്കിതിനെ ഇളക്കാം. നമ്മുടെ ലിക്വിഡിന്റെ അളവിനനുസരിച്ച് സമയമെടുക്കും ഈ ഡേറ്റ് സിറപ്പ് റെഡിയായി വരാൻ. നമ്മുടെ സിറപ്പ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടെ തിക്കായി വരണം. നല്ല തിക്കാകരുത്, കാരണം ഇത് തണുത്താൽ ഒന്നുകൂടെ തിക്കായി വരും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് തിക്കായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഈ സിറപ്പിനെ വീണ്ടും കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ സിറപ്പിന്റെ പരുവം. ഇതൊന്ന് ഇരുന്ന് തണുക്കട്ടെ. നമ്മുടെ ഡേറ്റ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കണ്ടെയ്നറിലോട്ട് മാറ്റാം. സിറപ്പ് ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഏകദേശം 1 മാസത്തോളം കേടുവരാതെ ഇത് ഫ്രിഡ്ജിലിരിക്കും. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അതിലേറെ സമയം ഇരിക്കും. നമുക്കിതിനെ നാച്ചുറൽ സ്വീറ്റ്നറായി ഉപയോഗിക്കാം. ഇതിനെ നമുക്ക് ജ്യൂസിലെല്ലാം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ബ്രെഡിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. പാൻകേക്കിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.